ഹായ് ഓസ്റ്റിൻ ചേട്ടാ. ഇപ്പം യെസ്. നമ്മൾ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ നമ്മളൊരു റിയാലിറ്റി ആക്കുന്നത്? നമുക്ക് വചനം അറിയാം, വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഓസ്റ്റിൻ ചേട്ടൻ പഠിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ നമ്മുടെ നാച്ചുറൽ ലൈഫിലൊരു ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ നേരിടുവാണെങ്കിൽ, ചിലപ്പം അസുഖമാകാം, പിള്ളേരുടെ കാര്യമാകാം, ജോലിയുടെ കാര്യമാകാം, നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ, ഹൗ ഡു വി ഓവർകം ഇറ്റ് ഇൻ റെയിൻ വിക്ടോറിയസ് ഇൻ ദോസ് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസ്? നല്ല ഒരു ചോദ്യമാണ്. ആ, വചനത്തിന് ഇതിനെല്ലാം ഉത്തരമുണ്ട്. ആമേൻ. ഉത്തരങ്ങളുടെ ബുക്കാണ്. ആ, ചുരുക്കി പറയുകയാണെങ്കിൽ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിച്ചാൽ, ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 2 നമ്മളൊന്ന് വായിച്ചാൽ, Looking unto Jesus, the author and finisher of our faith, who for the joy that was set before him endured the cross, despising the shame, and has sat down at the right hand of the throne of God. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മളോർക്ക് ഇത് പറയുമ്പോൾ ഇറ്റ്സ് സോ ഈസി. യേശുവിനെ നോക്കുക. എങ്ങനെ നോക്കുന്നേ? അപ്പോൾ ദൈവത്തിന് നമ്മൾ കടന്നു പോകുന്ന ഏത് വിഷയമാകട്ടെ, ജോലിയുടെ വിഷയമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, കുടുംബജീവിതത്തിൻ്റെ വിഷയമാകട്ടെ, ഫിനാൻഷ്യൽ ഇഷ്യൂ ആകട്ടെ, എല്ലാത്തിനും, അല്ലെങ്കിൽ അസുഖമാകട്ടെ, എല്ലാത്തിനും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ആൻസറുണ്ട്. എല്ലാത്തിനും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് പ്രോമിസസ് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ആ പ്രോമിസസ് മുറുകെ പിടിക്കുമ്പോഴാണ് നമുക്കതിന്മേൽ ജയം വരുന്നത്. അപ്പോൾ അതെങ്ങനെ മുറുകെ പിടിക്കാമെന്നുള്ള കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ചില വചനത്തിൻ്റെ ഉദാഹരണങ്ങളിലൂടെ. സോ നമ്മൾ സാധാരണ ഒരു വിഷയം വരുമ്പോൾ മനുഷ്യൻ ടെൻഡൻസി വി ഓൾവേസ് ഫോക്കസ് ഓൺ ദാറ്റ് ഇഷ്യൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഏത് വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നോ അത് എൻലാർജ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വലുതായി വരും. അപ്പോൾ ഒരു അസുഖമാകട്ടെ, ഏത് വിഷയം നമ്മൾ ഫേസ് ചെയ്യുന്ന ആ വിഷയം, നമ്മളത് നമ്മുടെ ആ വിഷയത്തിൽ നിന്ന് നമ്മൾ കണ്ണു മാറ്റിയിട്ട് കർത്താവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോഴാണ് അത് ചെറുതായിട്ട് മാറുന്നത്. നമ്മൾ ചെറുപ്പത്തിലേക്ക് നിങ്ങളിങ്ങനെ കളിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല, ഈ മാഗ്നിഫയിങ് ഗ്ലാസ് അറിയാമല്ലോ? മാഗ്നിഫയിങ് ഗ്ലാസ് ചെറുപ്പത്തിൽ ഞാൻ കളിച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ സയൻസ് ഒന്നും അറിയത്തില്ല. മാഗ്നിഫയിങ് ഗ്ലാസ് നമ്മൾ ഒരു ഒബ്ജക്റ്റിലേക്ക് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ പേപ്പറൊക്കെ വെച്ച്, അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ നമ്മുടെ മുറ്റത്തൊക്കെ അതിൽ വെച്ച് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞാൽ അത് കത്തി പിടിക്കുന്ന. അതെന്താ സംഭവിക്കുന്നത്? നമ്മൾ ഈ ലൈറ്റിനെ, സൂര്യൻ്റെ പ്രകാശത്തെ, പാരലൽ ലൈറ്റ്സിനെ ഒരു സ്ഥലത്തേക്ക് മാത്രം ഫോക്കസ് ചെയ്യിക്കുക, അല്ലേ? ഫോക്കസ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പവർ കൂടി വരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് വാട്ട് എവർ യു ഫോക്കസ് ഇൻ യുവർ ലൈഫ് ദാറ്റ് വിൽ മാഗ്നിഫൈ. ഇപ്പോൾ നമ്മൾ എനിക്ക് ഇതിനൊരു വിഷയമുണ്ട്, ആ വിഷയമൊന്നും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, അസുഖമാണെങ്കിൽ നമ്മൾ അസുഖത്തെക്കുറിച്ച് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും യു ആർ ജസ്റ്റ് എൻലാർജിങ് ദാറ്റ് യുവർ പ്രോബ്ലം ബേസിക്കലി. മനസ്സിലായില്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ദൈവത്തിൻ്റെ വചനം വെച്ചിട്ട് അതിനെ റീപ്ലേസ് ചെയ്യുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും യേശുവിനെ നോക്കുക എന്ന് പറയുമ്പോഴേക്കും ദൈവത്തിൻ്റെ വചനത്തെ നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അസുഖമാണെങ്കിൽ അവൻ്റെ അടിപ്പിനാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അത് നമുക്കുള്ളൊരു പ്രോമിസാണ്. ഇല്ലെങ്കിൽ നമുക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ട് ദൈവം പ്രാർത്ഥിച്ചാൽ സുഖമാക്കാമെന്നുള്ളതല്ല. ഇറ്റ്സ് ഓൾറെഡി ഡൺ ഡീൽ. മനസ്സിലായില്ലേ? പക്ഷെ അത് വിശ്വസിക്കുന്നവർക്കാണത് സംഭവിക്കുന്നത്. അത് അവരുടെ ജീവിതത്തിൽ ആ ഒരു വിടുതൽ, ഇല്ലെങ്കിൽ ആ ഒരു രോഗസൗഖ്യം സംഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന വിഷയമാണ്. പ്രത്യേകിച്ച് നാട്ടിലൊക്കെ പോകുമ്പോഴേക്കും ആൾക്കാർ പറയും അസുഖം വരും, ഭക്ഷണം കഴിച്ചാൽ അത് വരും. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഉറക്കെയൊന്നുമില്ല, നമ്മുടെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ക്ലൈമറ്റിൻ്റെ ഒരു കാര്യങ്ങളും എന്നെ എഫക്റ്റ് ചെയ്യാറില്ല. കാരണം നമുക്ക് വചനത്താൽ അത് ഓവർകം ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മൾ പറയുക, ഓക്കെ ഇന്നത് കഴിച്ച അസുഖം വരും, തട്ടുകടയിൽ പോയി കഴിച്ച അസുഖം വരും. ഞാൻ ഈ പ്രാവശ്യം പോയപ്പോഴും തട്ടുകടയിലൊക്കെ പോയി രാത്രി കഴിക്കുകയും എല്ലാം ചെയ്യും. നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന പോലെ ഹൈജീനൊന്നും ഇല്ലെങ്കിലും യെസ് വി ക്യാൻ. നമ്മൾ ഡോണ്ട് കെയർ ആയിട്ട് ജീവിക്കണം എന്നുള്ളതല്ല. വാട്ട് എവർ യു തിങ്ക്, വാട്ട് എവർ യു ബിലീവ് ഇൻ യുവർ ഹാർട്ട്. മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു എന്നുള്ള വാക്യം വചനത്തിലുണ്ട്. വാട്ട് എവർ യു തിങ്ക് ഇൻ യുവർ ഹാർട്ട് യു വിൽ ബിക്കം ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പോൾ രക്ഷയുടെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ യു നീഡ് ടു
ഫോക്കസ് ഓൺ ദ പ്രോമിസസ് ഓഫ് ദ ഗാഡ് ടുവേഴ്സ് യു. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വാക്യം ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് യാക്കോബിൻ്റെ ലൈഫ് നമ്മൾ പഠിക്കുമ്പോഴേക്കും ഞാൻ ഈ ഒരു പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പഴയ നിയമം വായിക്കുന്നത് കേട്ടോ. ജനസിസ് ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായത്തിൽ 25-ാം വാക്യം വരെ നമ്മൾ പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ, റാഹേൽ യോസഫിനെ പ്രസവിച്ച ശേഷം യാക്കോബ് ലാബാനോട് ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകാൻ എന്നെ അയക്കണം. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നു 21 വർഷം ഈ യാക്കോബ് ലാബാന് വേണ്ടി പ്രവർത്തിക്കുന്നു. 3 ഭാര്യമാർക്ക് വേണ്ടി ലാബാൻ്റെ ആടുകളെ നോക്കുന്ന ജോലിയെ ചെയ്യുന്നത്. 21 വർഷം അവൻ ഭാര്യയെ സ്നേഹിച്ചത് കൊണ്ട് അല്പകാലം പോലെ തോന്നി എന്നെല്ലാം വചനത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ വിഷയം അതല്ല. കാരണം അതിൻ്റെ 30-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. 29-30 അവൻ അവനോട് ഞാൻ നിന്നെ എങ്ങനെ സേവിച്ചുവെന്നും നിന്റെ ആട്ടിൻകൂട്ടം എൻ്റെ പക്കൽ എങ്ങനെ ഇരുന്നുവെന്നും നീ അറിയുന്നു. ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഞാൻ കാൽ വച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. അപ്പോൾ യാക്കോബ് ലാബാനോട് പറയുന്ന വിഷയമാണ്. ഈ സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതും എന്ന് ഈ യാക്കോബിന് തോന്നിയത് എപ്പോഴാണ്? യോസഫ് ജനിച്ചതിന് ശേഷമാണ്. എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി എപ്പോൾ കരുതും. അപ്പം അതുവരെ ലാബാൻ്റെ ഭവനത്തിൽ ഇല്ലെങ്കിൽ ലോകത്തിൽ ജോലി ചെയ്തുകൊണ്ട് പോകുമ്പോൾ യാക്കോബിന് യാതൊരു ഐഡിയ ഇല്ല സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതേണ്ട വിഷയം. അപ്പോൾ യോസഫ് കർത്താവായ യേശുക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുക. അപ്പോൾ യോസഫ് ഒരാളുടെ ഹൃദയത്തിൽ ജനിക്കുമ്പോഴാണ് സ്വന്തം ഭവനത്തിന് വേണ്ടി കരുതണം എന്നുള്ളൊരു ചിന്ത തന്നെ വരുന്നത്. ഓക്കെ, നമ്മുടെ ലൈഫിൽ അങ്ങനെയല്ല. ലോകത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന നമ്മൾ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമ്മൾ വീണ്ടും ജനിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് ഇതല്ല. നമ്മൾ ലോകത്തിൽ എന്ത് ജോലിയും ചെയ്യാം, എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഭവനം, ഈ ഗൃഹം, ഇത് ദൈവത്തിൻ്റെ വാസസ്ഥലമായിട്ട് ഇത് പണിയപ്പെടേണ്ടതാണ്. ഇതെങ്ങനെ പണിയപ്പെടണമെന്ന് ചിന്ത തുടങ്ങുന്നത് യോസഫ് ഇല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചു കഴിയുമ്പോഴാണ്. ഓക്കെ, അതല്ല എൻ്റെ പോയിന്റ്. അത് മുന്നോട്ട് വരുമ്പോൾ ഞാനൊരു ലോ ഓഫ് ഫോക്കസ് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെ ഇത് ഓവർകം ചെയ്യാം, അതാണല്ലോ നിങ്ങളുടെ ചോദ്യം. അപ്പം അതിലേക്ക് അതായിട്ടൊരു ബന്ധമില്ലെന്ന് തോന്നും, പക്ഷേ ജസ്റ്റ് റീഡ് ദ വേർഡ്. ഓക്കെ, യു വിൽ ഗെറ്റ് ഇറ്റ്. അടുത്ത വാക്യം മുതലൊന്ന് വായിച്ചാൽ 32 മുതൽ 31 മുതൽ യാക്കോബ് പറയുന്നു, ഞാൻ നിനക്ക് എന്ത് തരണമെന്നവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞത്, നീ ഒന്നും തരണ്ട, ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിൻ്റെ ആട്ടിൻകൂട്ടത്തെ ഇനിയും മേയിച്ച് പാലിക്കാം. ഞാൻ ഇന്ന് നിൻ്റെ എല്ലാ കൂട്ടങ്ങളിലും കൂടി കടന്ന് അവയിൽ പുള്ളിയും മറുകുമുള്ള ആടുകളൊക്കെയും ചെമ്മരി ആടുകളിൽ കറുത്തതിനെയൊക്കെയും കോലാടുകളിൽ പുള്ളിയും മറുകുള്ളതിനെയും വേർതിരിക്കാം. അതെൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. നാളെ ഒരിക്കൽ എൻ്റെ പ്രതിഫലം സംബന്ധിച്ച് നീ നോക്കുവാൻ വരുമ്പോൾ എൻ്റെ നീതി തെളിവായിരിക്കും. കോലാടുകളിൽ പുള്ളിയും മറുകില്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമില്ലാത്തതുമെല്ലാം മോഷ്ടിച്ചതായി എണ്ണം. അതിന് ലാബാൻ നീ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൻ വരയും മറുകുമുള്ള മുട്ടാടുകളെയും പുള്ളിയും മറുകുമുള്ള കോലാടുകളൊക്കെയും വെണ്മയുള്ളതിനെ ഒക്കെയും ചെമ്മരിയാടുകളിൽ കറുത്ത നിറമുള്ളതിനൊക്കെയും വേർതിരിച്ചു അവൻ്റെ പുത്രന്മാരുടെ കയ്യിലേൽപ്പിച്ചു. അവൻ തനിക്കും യാക്കോബിനും ഇടയിൽ 3 ദിവസത്തെ വഴികാലം വെച്ചു. ലാബാൻ്റെ ശേഷമുള്ള ആട്ടിൻകൂട്ടങ്ങളെ യാക്കോബ് മേയിച്ചു. എന്നാൽ യാക്കോബ് പുന്നവൃക്ഷത്തിൻ്റെയും ബദാം വൃക്ഷത്തിൻ്റെയും അരിഞ്ഞിൽ വൃക്ഷത്തിൻ്റെയും പച്ചക്കൊമ്പുകൾ എടുത്ത് അവയിൽ വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. ഇത് വായിക്കുമ്പോൾ നമ്മൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ചിന്തിക്കും ഞാൻ എന്തായി പറയാൻ ശ്രമിക്കുന്നതെന്നുള്ളല്ലേ. പക്ഷേ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് എംഫസിസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഭാഗങ്ങളെല്ലാം വായിച്ചത്. അപ്പോൾ കറുത്ത വരയുള്ളത് ആടുകളും പുള്ളിയുള്ളതെല്ലാം എൻ്റേതായിരിക്കട്ടെ എന്ന് യാക്കോബ് ലാബാനോട് പറഞ്ഞു. എന്നിട്ട് ലാബാൻ അവിടെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഉപായി, തൻ്റെ സ്വഭാവം ശരിക്കും അവിടെ കാണിക്കുക. ഉപായം അടുത്ത വാക്യത്തിൽ നമുക്ക് കാണാം. യാക്കോബ് എന്താ ചെയ്തതെന്ന്. ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പെടുത്തിട്ട് 3 വൃക്ഷത്തിൻ്റെ കൊമ്പെടുത്തിട്ട് അതിൻ്റെ തോല് ഉരിച്ചിട്ട് വെള്ള കാണത്തക്കവണ്ണം വെള്ള വരയായി തോലുരിച്ചു. അപ്പോൾ ഈ കൊമ്പ് കാണുമ്പോൾ എങ്ങനെ തോന്നും? വെള്ള വരയുള്ളതുപോലെ തോന്നും. എന്നിട്ട് യാക്കോബ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ 38-ാം വാക്യത്തിൽ, ആടുകൾ കുടിക്കാൻ വന്നപ്പോൾ അവൻ താൻ തോലുരിച്ച കൊമ്പുകളെ പാത്തികളിലും വെള്ളം പകരുന്ന തൊട്ടികളിലും ആടുകളുടെ മുമ്പിൽ വെച്ചു. അവൻ വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ചന ഏറ്റു.
ഓക്കെ, ആടുകളെ കൊമ്പുകളെ കണ്ട് ചനയേറ്റു, വരയും പുള്ളിയും മറുകുമുള്ള കുട്ടികളെ പെറ്റു. ഓക്കെ, 42-ാം വാക്യം പറയുന്നു, ബലമില്ലാത്ത ആടുകൾ ബലമുള്ള 41 ബലമുള്ള ആടുകൾ ചനയേൽക്കുമ്പോഴൊക്കെയും കൊമ്പുകളെ കണ്ട് ചനയേൽക്കേണ്ടതിന് യാക്കോബ് ആ കൊമ്പുകളെ പാത്തികളിൽ ആടുകളുടെ കണ്ണിന് മുൻപിൽ വെച്ചു. ബലമില്ലാത്ത ആടുകൾ ചനയേൽക്കുമ്പോൾ അവ വെച്ചില്ല. അങ്ങനെ ബലമില്ലാത്തവ ലാബാനും ബലമുള്ളവ യാക്കോബിനുമായി തീർന്നു. എന്തെങ്കിലും മനസ്സിലായോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ ആടുകൾ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യണം, ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ ഈ വിഷത്തിൻ്റെ കമ്പ് കൊണ്ടേയിട്ടു, വെള്ളം ഉരിച്ച തോല് ആ കമ്പുകൾ കൊണ്ടേയിട്ടു. അപ്പോൾ ആടുകൾ വെള്ളം കുടിക്കുന്നതിനോടൊപ്പം തന്നെ അവർ ചെനയേറ്റപ്പോൾ അവർ കാണുന്നത് എന്താ? ഈ വെള്ള വരയുള്ള കൊമ്പാണ് കാണുന്നത്. വെള്ള വരയുള്ള പുള്ളിയുള്ള ആ കൊമ്പ് കണ്ട് ചെനയേറ്റപ്പോൾ when they mate, they just give birth to the same kind. പിള്ളേർ കൊച്ചു അതും അതുപോലെ ഇരിക്കും, അതുപോലെ ഇരുന്നു. മൃഗങ്ങൾക്ക് അങ്ങനെ ആകാമെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. മൃഗങ്ങള് ചനയേറ്റപ്പോൾ അവരെന്ത് കണ്ട് അവർ മേറ്റ് ചെയ്തോ അതിൻ്റെ കുഞ്ഞുങ്ങൾ അത് പ്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ഹൗ മച്ച് മോർ വി ക്യാൻ ഡു ഇറ്റ്. When we focus on the word of God. When you focus on the word of God, you're going to give birth to its own kind. അതിൻ്റെ പ്രൊഡക്റ്റേ നമുക്ക് വരത്തുള്ളൂ. നിന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ സംശയിക്കാതെ വിശ്വസിച്ചാൽ സംഭവിക്കും. അങ്ങനെ തന്നെ സംഭവിക്കും. അത് ഏത് വിഷയം, ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു രോഗസൗഖ്യത്തിൻ്റെ വിഷയം മാത്രമല്ല, സാമ്പത്തികത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും സമാധാനമില്ല, സന്തോഷമില്ല. സമാധാനമില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു വാഗ്ദത്തം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. അങ്ങനെയെങ്കിൽ സമാധാനം പോകുന്നു നമുക്ക് തോന്നുമ്പോഴേക്കും, യെസ് ലോർഡ്, യു ഓഫർ ദ പീസ് ത്രൂ യുവർ വേർഡ്, ഐ വാണ്ട് ദാറ്റ്, എനിക്കത് വേണം. അതിനെ നമ്മൾ ഫോക്കസ് ചെയ്താൽ, നമ്മുടെ ഇഷ്യൂ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, വാട്ട് എവർ യു ഫോക്കസ്, ദാറ്റ് വിൽ ബിക്കം ബിഗർ ഇൻ യുവർ ലൈഫ്. യു ജസ്റ്റ് ഫോക്കസ് on the promises of God, the word of God. അതാണ് രക്ഷയുടെ നായകനും, the author and finisher of the faith. പൂർത്തി വരുത്തുന്നവനാണ് യേശുവിനെ നോക്കുക. ഇപ്പം യേശു അങ്ങനെ തന്നെ ചെയ്തത്. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്, the joy that set before him, he endured the cross. അവൻ ക്രൂശിനെ സഹിച്ചു. എന്താണ് യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം? നമ്മളൊക്കെ ആ ക്രൂശിലൂടെ രക്ഷയിലേക്ക് കടന്നു വരാനിരിക്കുന്ന ജീവിതങ്ങളെ കണ്ടപ്പോഴേക്കും ക്രൂശ് ഒന്നുമല്ലാതായി തീർന്നു. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത്. ഹി ഫോക്കസ് ദാറ്റ്. അതുകൊണ്ട് കൊളോസ്യ ലേഖനത്തിൽ ക്രൂശിൽ വെച്ച് അവൻ ജയോത്സവം കൊണ്ടാടി വാഴ്ചകൾ അധികാരങ്ങളൊക്കെ കീഴടക്കി എന്ന് പറയുന്നത്, ഹി സോ ദ ജോയ് സെറ്റ് ബിഫോർ ഹിം. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പിതാവിനോട് പറയുമ്പോഴേക്കും ഇറ്റ് ഹാപ്പൻ ത്രൂ ദ ക്രോസ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചോദ്യം ഇതാണ്, പ്രാക്ടിക്കലി ഹൗ ക്യാൻ വി ഹാൻഡിൽ? യെസ്, ദിസ് ഈസ് ദ ഓൺലി വേ. യു നീഡ് ടു ഫോക്കസ് ഓൺ ദ വേർഡ് ഓഫ് ഗാഡ്. രക്ഷയുടെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ വിഷയങ്ങളൊന്നും ഒന്നുമല്ലാതായി തീരും. വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഞാനെപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, നമ്മളെല്ലാവരും ഫ്ലൈറ്റിൽ കയറുന്നവരാണ് അല്ലേ? ഫ്ലൈറ്റിലേക്ക് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഫ്ലൈറ്റിൽ കയറുമ്പോഴേക്കും ഇവിടെയുള്ള ബിൽഡിംഗ് എല്ലാം വലിയ ഹ്യൂജ് ബിൽഡിങ്സ് ആയിരിക്കും. എന്നാൽ ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ബിൽഡിങ് ചെറുതായിട്ടായിട്ട് നമുക്ക് തോന്നും. ബിൽഡിങ് ചെറുതായിട്ടില്ല, നമ്മളാ മേളിലേക്ക് പറക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ സൈസ് അത്രയും തന്നെ ഉണ്ട്, പക്ഷെ നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കുക. ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴേക്കും അത് ബിൽഡിങ് ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇത് കാണാൻ പോലും പറ്റത്തില്ല. അപ്പോൾ വിഷയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതല്ല, നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ വിഷയങ്ങൾ വരും. പക്ഷേ നമ്മൾ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ, ഉയരങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ കൊളോസ്യ ലേഖനത്തിൽ ആ വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ള ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ. അപ്പം ഇത് ഇഗ്നോർ ചെയ്യണമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുമ്പോഴേക്കും, നമ്മുടെ ഫോക്കസ് മാറുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെറുതായി വരും. അത് തന്നെയല്ല, അത് ടേക്ക് കെയർ ചെയ്യാനും പറ്റും. ഫോക്കസ്, കാരണം ഏത് വിഷയത്തിൽ കടന്നു പോയാലും അതിൻ്റെ പ്രോമിസസ് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കിയാൽ യു വിൽ ഗെറ്റ് ദാറ്റ് പ്രോമിസ്.
നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ? എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അവൻ്റെ ധനത്തിൻ്റെ തൊണ്ണ പൂർണ്ണമായി തീർത്തു തരും. ജസ്റ്റ് ഫോക്കസ് ഓൺ ദാറ്റ്. Yeah. ഇറ്റ് വിൽ വർക്ക്. ഇറ്റ് വിൽ വർക്ക്. Yes. ഏത് വിഷയമായിക്കോട്ടെ, പ്രാക്ടിക്കലി നമുക്ക് ഓരോരോ വിഷയങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ യെസ്, അതിൻ്റെ വാക്യങ്ങൾ ഞാൻ വചനത്തിൽ നിന്ന് കാണിച്ചു തരാം. സോ ദാറ്റ്സ് ദ ഓൺലി വേ വി ക്യാൻ ഓവർകം വിക്ടോറിയസ് ലൈഫ്. വി ക്യാൻ വാക്ക് വിക്ടോറിയസ്ലി Yes. ഇൻ ദിസ് ലൈഫ്. കാരണം വിഷയങ്ങൾ വരാത്ത എല്ലാവർക്കും വിഷയങ്ങൾ വരും, അല്ലേ? വിഷയങ്ങൾ വന്നാൽ ഇങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, Yes. അല്ലേ? മൃഗങ്ങൾക്കത് സാധിച്ചുവെങ്കിൽ, മൃഗങ്ങൾ അത് കണ്ടിട്ട് ചെനയേറ്റപ്പോൾ when they mate, they just give birth to that own kind. How much more we can. Yes. We have the spirit, we have soul and we have body. മൃഗങ്ങൾക്ക് സ്പിരിറ്റ് ഇല്ല, അവർക്ക് പ്രാണനും അവരുടെ ദേഹവും മാത്രമേ ഉള്ളൂ. Yeah. But we have the soul, spiritual realm also in our life. Yes. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ്. അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ആ സ്പിരിറ്റ് മാനിൽ എല്ലാം ഉണ്ട്. എവറിത്തിങ് ഈസ് ദർ. ഓൺലി തിങ് യു നീഡ് ടു ഡ്രോ ദാറ്റ് ഔട്ട് ഫ്രം ദ സ്പിരിറ്റ് റെലം ത്രൂ റിന്യൂവിങ് ഓഫ് യുവർ മൈൻഡ്. ദെൻ ഇറ്റ് വിൽ മാനിഫെസ്റ്റ് ഇൻ യുവർ ബോഡി റെലം. Amen. Amen. ഇറ്റ്സ് നമ്മൾ പറയുമ്പോൾ ഈസിയാണ്, പക്ഷേ നമ്മളിത് പ്രാക്ടീസ് തുടങ്ങി കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസിയാണ്. നമുക്ക് ഹാർഡായിട്ട് നമുക്ക് തോന്നത്തില്ല. Amen. നീഡ് ടു ഫോക്കസ് Yes. ഓൺ ജീസസ്. രക്ഷയുടെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ സൂക്ഷിച്ചു നോക്കുക. ആമേൻ. Amen. Got it? Yep. Yes. Thank you. God bless you.